നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതല്ല പൈസക്കും പിന്നെ ഭക്ഷണത്തിനും ഒക്കെ? ഭക്ഷണത്തിന് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതോ അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ നോക്കാൻ പോകുമ്പോൾ വലിയ പണക്കാരാണ് അവര്. അവിടെ നല്ല ഭക്ഷണമാണല്ലോ ഉണ്ടാക്കുക. അപ്പം ചെറിയൊരു കുട്ടീനെ ഞാൻ നോക്കും. അന്ന് എനിക്ക് അത്ര 4-5 വയസ്സോ 5-6 വയസ്സൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അതായത് വലിയ പൈസക്കാരാ അവര്. അപ്പം അവരുടെ കുട്ടികളെ കഴിക്കാം. അങ്ങനെ എന്നാലും പട്ടിണിയും കിടന്നിട്ടുണ്ട്. ഇല്ലാത്ത ദിവസമുണ്ട്. കഞ്ഞി വയ്ക്കും. കഞ്ഞി വെച്ചിട്ട് അതിന് അതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അമ്മ ചമ്മന്തി അരയ്ക്കും. അപ്പോഴൊന്നും എൻ്റെ അമ്മ പണിക്ക് പോയിട്ടില്ല. അമ്മ പണിക്ക് പോയത് എപ്പോഴാന്ന് വെച്ചാൽ, കോയമ്പത്തൂര് ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനെ അപ്പച്ചൻ മിലിറ്ററി പോയി. മിലിറ്ററി പോയപ്പോൾ അപ്പച്ചൻ അങ്ങനെ മാസം മാസം കുറച്ച് പൈസ അയക്കുമായിരുന്നു. പിന്നെ അപ്പച്ചൻ അവിടെ നിന്ന് ബുദ്ധിമുട്ടായിട്ട് അപ്പച്ചൻ അവിടെ നിന്ന് പട്ടാളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് എൻ്റെ അമ്മയുടെ ആങ്ങളെയും പട്ടാളത്തിലല്ല. അപ്പം ആ കെയറോപ്പിലാണ് അപ്പച്ചനും പോയത്. പക്ഷെ അപ്പച്ചൻ അവിടെ നിന്ന് അവരൊന്ന് ഒളിച്ചോടി പോന്നു. അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഒളിച്ചോടി പോന്നു. ഒളിച്ചോടി പോകുന്ന വെച്ചാൽ അന്ന് ഇവര് ഇന്നത്തെ പോലെയല്ല. അവർ പിടിക്കും, പിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ശിക്ഷിക്കും, ജയിലിലിടും. അപ്പം അങ്ങനെ അപ്പച്ചൻ ഒളിവും മറവിലൊക്കെയാണ് ഞങ്ങളുടെ കോയമ്പത്തൂർ വന്നത്.